നമസ്കാരം. വേണ്ടി വന്നാൽ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ല എന്നുള്ള ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ ഭരണകൂടം. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയുടെ ഉപദേഷ്ടാവായ കമാൽ ഖരേസിയാണ് ഭരണകൂടത്തിന്റെ ഈ നയം വ്യക്തമാക്കി രംഗത്തെത്തിയത്. ഇസ്രായേൽ ഭരണകൂടം ആണവ കേന്ദ്രങ്ങൾക്ക് നേർക്ക് ഇനിയും ആക്രമണം നടത്തുകയാണെങ്കിൽ ഞങ്ങളും ആണവ നയത്തിൽ മാറ്റം വരുത്തും, അതേ ഭാഷയിൽ തന്നെ ഞങ്ങളും പ്രതികരിക്കും എന്നാണ് ഖരാസി പ്രതികരിച്ചിരിക്കുന്നത്. ഏപ്രിൽ സിറിയയിലെ ഇറാൻ എംബസിക്ക് നേരെ ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയിരുന്നു. ഇതിന് മറുപടിയായി ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇറാൻ പ്രതികരണം നടത്തിയത്. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുക കൂടി ചെയ്തു. എന്തായാലും ഇറാന്റെ ഈ പുതിയ നിലപാടിനെതിരെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാന്റെ ആണവ ഉദ്യോഗസ്ഥരും അതിനോടൊപ്പം തന്നെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പ്രതിനിധികളും തമ്മിൽ ചർച്ച നടന്നു എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇറാൻ തങ്ങളുടെ ആണവായുധ ശേഷി വെളിപ്പെടുത്തും എന്ന് ഈ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിക്ക് വാക്ക് കൊടുത്തിരുന്നു. പക്ഷേ ഈ ഒരു വാക്കും പാലിക്കപ്പെട്ടില്ല. അവരവരുടെ കൈവശമുള്ള ആണവായുധത്തിന്റെ യുറേനിയത്തിന്റെ ഒന്നും തന്നെ അളവ് ഏജൻസി അറിയിച്ചിരുന്നില്ല. കഴിഞ്ഞ വർഷം ഇറാൻ ആണവായുധ ശേഷി വെളിപ്പെടുത്തും എന്ന് IAEAക്ക് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിൽ പോലും ഈ ഉറപ്പുകളൊന്നും തന്നെ പാലിക്കപ്പെട്ടിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള കരാർ ഇറാൻ ഭരണകൂടം അംഗീകരിച്ചു എങ്കിൽ പോലും അതുമായി പിന്നീട് സഹകരിക്കുന്ന ഒരു കാഴ്ചയല്ല കണ്ടത്. അങ്ങനെ ഇറാന്റെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇസ്രായേലിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അവരുടെ ആണവ കേന്ദ്രങ്ങളിലേക്കും മറ്റും ഇനിയും ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതേ ഭാഷയിൽ തന്നെ തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ പ്രതികരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.